ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പാച്ചി എന്ന് പറയുന്ന ഒരു ഡൈനോ ഉണ്ട്. നമ്മളിപ്പോൾ അതിനാണ് പിടിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ പാച്ച് കഴിക്കുന്നത് നമ്മുടെ ഡിലോ അതാണ് പേര്. ഡൈലോ എന്നും പറയും, ഡിലോ എന്നും പറയും തോന്നുന്നു. ഓക്കെ, അതിൻ്റെ എഗ് കേബിളാണ് ഞാൻ കാണിച്ചത്. ഡിലോ എഗ് കേബിൾ. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ പാച്ച് കഴിക്കുന്നത്. അപ്പോൾ അതൊരു 3 നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മേടിക്കേണ്ടത് നമ്മുടെ സുതിംബോ. ഓക്കെ, സൂതി ബോംബ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് നമ്മുടെ പാച്ചിനെ പിടിക്കാൻ പോവാം. ഗൈസ്, അപ്പോൾ നമ്മുടെ പാച്ച് എന്ന് പറയുന്നത് ചെറിയൊരു ഡൈനോ ആണ്. അതിൻ്റെ ഒരു വലിയ ടൈപ്പും ഡൈനോ ഉണ്ട്. തല ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആണ് തോന്നുന്നത്. അതിൻ്റെ കണ്ടത് വെച്ചിട്ട് ഇതിൻ്റെ തല വെച്ച് എന്തൊക്കെയോ പരിപാടി ഉണ്ട് അതിൻ്റെ. അപ്പോൾ അയ്യോ, കിട്ടിയില്ലേ? ഓക്കെ, കിട്ടി. ലോക്കായി. അവിടെ ലോക്കായി കിടക്കുന്നുണ്ടോ? റാപ്റ്ററിന് ഇങ്ങനത്തെ ഒരു ഉപകാരമുണ്ട്. ഇങ്ങനെ കടിച്ചിങ്ങനെ പിടിച്ച് നിന്നോളൂ. റാപ്റ്റർ കിട്ടി. ലെവൽ 300 കടിക്കേ. ഓക്കെ, അതും തീർന്നിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ തല വെച്ചിട്ട് എന്തോ ഒരു പരിപാടി ഉണ്ട് നമ്മുടെ പാച്ചിക്ക്. അപ്പോൾ അതിനെയാണ് നമുക്കിന്ന് പിടിക്കേണ്ടത്. നമുക്ക് നോക്കാം എന്താ സംഭവം. ഞാൻ ഇതുവരെ ആ സാധനത്തിനെ പിടിച്ചുള്ള തോന്നുന്നു. എനിക്കറിയില്ല, ഓർമ്മയില്ല. പണ്ടെപ്പോഴും പിടിച്ചെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, നമുക്കെന്തായാലും പിടിച്ച് നോക്കാം. നോ പ്രോബ്ലം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും നല്ലൊരു ഹൈ ലെവലിനെ കണ്ടുപിടിക്കട്ടെ കേട്ടോ. അത്യാവശ്യം നല്ല പാടാ തോന്നുന്നതിനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും നല്ലൊരു ലെവൽ കണ്ടുപിടിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഒരുപാട് കറങ്ങിത്തിരിഞ്ഞ് നമുക്കതാ ഒരു 165 ലെവൽ പാച്ചിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൾ. നമുക്കിനി നമ്മുടെ റാപ്റ്ററിനെ ഇവിടെ നിർത്താം. എന്നിട്ട് പാസീവ് സ്റ്റോപ്പ് ഓൺ. ഇനി നമുക്ക് നേരെ നമ്മുടെ ബോൾ എടുക്കണം. ബോൾ എടുത്തിട്ട് ഇതാ ഇങ്ങനെ കറക്കി അതിനെറിയണം. ഓക്കെ, നമ്മൾ ബോളൊക്കെ കറക്കി എറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് നോക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. തലക്ക് കൊടുത്തന്നെ വീഴും. അയ്യോ, കൊണ്ടില്ലത്. പക്ഷെ ഇവരുടെയൊക്കെ അതിൻ്റെ തലക്ക് നോക്കി ഒരു കൂർത്ത് നിൽക്കുന്നുണ്ട് ഒരു സാധനം. കൂർത്തല്ല, ഒരു തടിച്ച് നിൽക്കുന്നുണ്ട് ഒരു സാധനം. ഇവന് വീഴാനായില്ല. ഇവൻ കുറേ ആകുമ്പോൾ കൊണ്ടല്ല. ടോർപ്പർ വീണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സൂതിംഗ് ബോംബ്. ഓക്കെ ഗൈസ്, നമ്മൾ വന്ന വഴിക്ക് 2-3 പ്രാവശ്യം ചത്തായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സൂതിംഗ് ബോംബ് എല്ലാം വീണ്ടും പോയി. ഒരു 4-5 പ്രാവശ്യമൊക്കെ ആദ്യം ഒരു റാപ്റ്റർ എന്നെ കടിച്ചു കൊന്ന്. പിന്നെ ഒരു സേബർ ടൂത്ത് എന്നെ കടിച്ചു കൊന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂട്ടുവിട്ട് ആൾക്കാരൊന്നും എന്നെ കടിച്ചു കൊന്ന്. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചത്തുവിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, അത്ര തന്നെ. ഇപ്പോൾ നമുക്ക് ആ പാച്ച് റൈനൊന്ന് നോക്കി നിൽക്കണം. ഇവിടെ വേറെ കോമ്പികളൊന്നേക്കെ നോക്കി. പാച്ച് റൈനിൻ്റെ അടുത്ത് വേറെ ആരും വരാതെ ഒന്ന് നോക്കണം കേട്ടോ. ഇവിടെ മറ്റേ ഡൈലോഫസോറസും ആൾക്കാരും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. വേറെ ആരില്ലല്ലോ. അതാ ഒരു കോമ്പി വരുന്നതാ. ഇവനോട് ഒന്ന് തീർക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ ആ ഉറങ്ങിക്കിടക്കുന്ന പാച്ചിനെ പോയിട്ട് ഈ കോമ്പികളൊന്ന് അറ്റാക്ക് ചെയ്യും. അത് കുറച്ച് ശോകമാണ്. മറ്റേ ടൈമിങ് എഫിഷ്യൻസി കുറയും അങ്ങനെ ഇതായി കഴിഞ്ഞാൽ. കടിക്കടി 360. ചിലപ്പോൾ നമുക്ക് റാപ്റ്ററിന് ഒരു ലെവൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ലെവൽ കിട്ടി. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാത്തിനെയും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ തന്നെ ടൈമാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ടൈമാവ്. യെസ്, ലെറ്റ്സ് ഗോ. 247. ഇപ്പോൾ പാസീവ് ഫോളോ 1. ഇനിയിപ്പോൾ നമ്മുടെ റാപ്റ്ററിനെ ഫോളോ ചെയ്ത് നമ്മുടെ പാച്ച് റൈന് വന്നോളൂ. ഇനി നേരെ നമുക്ക് ബേസിലോട്ട് പോവുക. ഓടി വരുന്നതാ അവൻ. ഇനി നേരെ ബേസിലോട്ട് പോവുക. നമുക്ക് നമ്മുടെ പാച്ച് റൈനോ എന്ന് എൻ്റെ വായൊന്ന്. പാച്ചിക്ക് നമ്മൾ സാഡിൽ പണിത് കൊടുക്കണം. പാച്ച് റൈനോ വേറെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ടൈം ആക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനൊന്ന് വേഗം ബേസിൽ പോട്ടെ. നമുക്ക് സാഡിലൊക്കെ ഒന്ന് പണിയാം. ഗൈസ്, അപ്പോൾ നമ്മളിത് ആ ബേസിലെത്തിയിട്ടുണ്ട്. നമ്മുടെ പാച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പാച്ചിക്ക് ഒരു സാഡിൽ പണിയുണ്ടേ. സാഡിൽ എത്രയാണെന്ന് നോക്കട്ടെ. ഓക്കെ, ലെവൽ 14 നമ്മുടെ പാച്ചിൻ്റെ സാഡിൽ അൺലോക്ക്. എന്തൊക്കെ വേണം? ഹൈഡ്, ഫൈബർ, വുഡ്. ഓക്കെ, ഇത്രയും ഐറ്റംസ് മതി. ഒരു മിനിറ്റ്, സ്റ്റോപ്പ് ഓൺ. ഇനി നമുക്ക് പോട്ട് സാഡിൽ പണിയാൻ നൈസായിട്ട്. ഓക്കെ, എന്തൊക്കെയാണ് വേണ്ടത്? ഹൈഡ്, ഫൈബർ, വുഡ്. ഫൈബറുണ്ട്, ഹൈഡുണ്ട്, വുഡുണ്ട്. ലെറ്റ്സ് ഗോ ക്രാഫ്റ്റ്. ഇനി നമുക്ക് മറ്റേ ഗോൾഡ് ചെയിൻ കോളർ ഈ സാധനം കൂടെ മേടിക്കണം നമ്മുടെ പാച്ചിക്ക്. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ സാഡിലും ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രാൻസ്ഫറോൾ വേറെ ഒന്നുമില്ലല്ലോ. ബാക്കിയെല്ലാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ സാഡിലും അങ്ങനെ പണിത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സാഡിലും നമ്മുടെ ചെയിൻ കോളാറും നമ്മുടെ പാച്ചിക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എക്യുപ്പ് റിമോട്ട്.
പിന്നെ എക്യുപ് സാഡിൽ. യെസ്. ഇനിയിപ്പോൾ പാച്ചിനും കൊണ്ട് എന്താ അമ്പോ അവനൊരു കുട്ടിയാണ് കേട്ടോ. ഇതാ നോക്കിയേ, നമ്മുടെ ഉള്ളതിൽ ഏറ്റവും ചെറുത് ഇവനാണല്ലേ. അതെ ഗൈസ്, നമ്മുടെ ഉള്ളതിൽ ഏറ്റവും ചെറുത് നമ്മുടെ പാച്ചാണ് കേട്ടോ. അതവനൊന്നും ചെയ്യുന്നില്ലല്ലോ. മരമൊക്കെ കുത്തിയിടും. താച്ച് കളക്ട് ചെയ്യുന്നുണ്ടല്ലേ. കൊള്ളാം. അവൻ്റെ ആ തല കണ്ടില്ലേ നിങ്ങൾ, നോക്കിയേ, മുള്ളും പിന്നെ ഒരു നടുക്കായപ്പോഴേക്കും ഒരു കട്ടി സാധനം. സെറ്റ് സാധനമാണ് ഇത് ഫുഡ് കളക്റ്റല്ല, ബെറീസ് കളക്ട് ചെയ്യോ? ഇല്ല ഗൈസ്, ബെറീസ് കളക്ട് ചെയ്യൂല. പിന്നെ ഇനി സെക്കൻഡറി അറ്റാക്കോ അങ്ങനെ വേറെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ കുട്ടി ഡൈനോ. കണ്ടപ്പോൾ ഇതിനെ കഴിഞ്ഞ ഏതൊരു എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിനെ പിടിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പിടിച്ചു. ഗൈസ്, നമ്മുടെ പാച്ച് ചാടിയൊക്കെ പോകും കേട്ടോ. ചാട നോക്കിയേ. നമുക്കിനി ആരെങ്കിലൊക്കെ ഒന്ന് അറ്റാക്ക് എടുത്ത് നോക്കിയാലോ. ഡോഡോ ഉണ്ട്, ഡോഡോ തന്നെ മതി, അല്ലെങ്കിൽ ശരിയാവില്ല. വലിയ ഡൈനോസിൻ്റെ അടുത്ത് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഡോഡോ ഉണ്ട്, പക്ഷേ ഡോഡോ ഓടിക്കളയും, തിരിച്ച് അറ്റാക്ക് ചെയ്യില്ല. അതാണ് പ്രശ്നം. അവിടെ അത് ഡയലോ അല്ലേ. യെസ്, നമുക്ക് നേരെ അവൻ്റെ അടുത്തോട്ട് പോവാം. അവനാകുമ്പോൾ തിരിച്ച് അറ്റാക്ക് ചെയ്തോളൂ. ഓക്കെ, ഇടി. അയ്യോ, വശം തുപ്പി. നമ്മുടെ മേത്ത് കയറൂല കേട്ടോ. നമുക്ക് ഒരു നമ്മുടെ ടീംസിനെ മുകളിൽ വയ്ക്കുമ്പോൾ അവരുടെ മേത്ത് മാത്രം ആ പോയിസൺ അഫക്റ്റ് ഉള്ളൂ. നമുക്കത് അഫക്റ്റ് ചെയ്യില്ല തോന്നുന്നു. ഇത് ടോർപ്പറോ അതാ തിരിച്ചു കൊടുത്തതാ. ലൈഫ് ടോർപ്പറൊന്നും കയറുന്നില്ല കേട്ടോ. അപ്പോൾ വേറെ എബിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഇടിക്കുക, തല കൊണ്ട് ഒരറ്റിട്ട് ഇടിക്കും. പക്ഷെ ആ ഒരു ഇടിക്ക് നല്ല പവറാണ്. അവനോടി വെള്ളത്തിൽ പോകുന്നു. ഇവനും കൂടെ അങ്ങോട്ട് തീർത്തിട്ട് നമുക്ക് എപ്പിസോഡ് നിർത്താം. ഓക്കെ, നമ്മുടെ പാച്ചിനെയും നമ്മുടെ ഡൈലോഫസോറസിനെയും നമ്മളങ്ങനെ തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്തനാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അയ്യോ, അതവിടെ പോയി. ഓക്കെ, വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ചെറിയൊരു എപ്പിസോഡായിരുന്നു. വരും എപ്പിസോഡുകളിലൊക്കെ നമുക്ക് വലിയ ഡൈനോസിനൊക്കെ പിടിക്കാം. ഉണ്ടല്ലോ, ഇനി ദിവസങ്ങൾ നടക്കണമല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്തനാണ്. നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ. പക്ഷേ റൈനോ, ലെറ്റ്സ് ഗോ. നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം.